പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ ഉള്ളത് വേങ്ങര സ്പേസ് ഏജൻസീസ് എന്ന ഈ പല ജീവികളുടെയും തീറ്റ വിൽക്കുന്ന ഷോപ്പിലാണ്. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. കോഴിത്തീറ്റ, കാടത്തീറ്റ, ആട്, മുയൽ, പ്രാവ്, പൂച്ച, തത്ത, കിളി, താറാവ്, നായ, മീൻ ഇവക്കൊക്കെയുള്ള തീറ്റകൾ, അതുപോലെ മറ്റു പിന്നെ ആക്സിലറീസൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് ആദ്യം പിന്നെ വിവിധ തീറ്റകളെ ഒന്ന് പരിചയപ്പെടാം. മുമ്പ് ഞാൻ പിന്നെ ആടുകളെ വളർത്തിയിരുന്നു. അതുപോലെ തന്നെ ആടുകളെ വളർത്തിയിരുന്നു. അതുപോലെ പിന്നെ പശുക്കളെ വളർത്തിയിരുന്നു. അതുപോലെ പോത്തുകളെ, എരുമകളൊക്കെ വളർത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് മുയൽ, അതുപോലെ താറാവുകൾ, ഫ്ലൈയിങ് ഡക്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഫാമിനും ഞാൻ പിന്നെ തീറ്റകൾ വാങ്ങിയിരുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വരാലിൻ്റെ തീറ്റകൾ നമ്മൾ ജീവികളെ അല്ലാത്ത പെല്ലറ്റ് തീറ്റ തന്നെ കൊടുക്കാം വരാലുകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു തീറ്റ. ഇതാണ് ചെറിയ വരാൽ കുഞ്ഞുങ്ങൾക്കും അതുപോലെ മത്സ്യക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന തീറ്റയാണ് ഇതിൽ കാണുന്നത്. ഇത് കുറച്ചുകൂടി വലിപ്പം വെക്കുന്ന സമയത്ത് പിന്നെ മത്സ്യം വലുതാകുന്നതിനനുസരിച്ച് ഇവിടെ തീറ്റയുടെ വലിപ്പവും വലുതാകും. തീറ്റയുടെയും വലിപ്പവും കൂടും. മത്സ്യം വലുതാകുന്നതിനനുസരിച്ച് തീറ്റയുടെ വലിപ്പവും കൂടും. ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ഇത് കുറച്ചുകൂടി വലുതായ മത്സ്യങ്ങൾക്ക് ഇങ്ങനെ മത്സ്യങ്ങൾ വലുതാകുന്നതിനനുസരിച്ച് അവയുടെ തീറ്റകളും വലുതാകും. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഈ കാണുന്നത് ഹോൾസ് ഉള്ള ഈ പിന്നെ പെട്ടികളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇത് ലവ് ബേഡ്സിൻ്റെ, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാമായിരിക്കും, ലവ് ബേഡ്സിൻ്റെ കൂടുകളാണ്. അവക്ക് വലിയ കൂട്ടിൽ വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ ഞാൻ കോഴികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഇതുപോലെയുള്ള കോഴികളെ വളർത്തിയിരുന്ന സമയത്ത് വെള്ളം കൊടുക്കാൻ വേണ്ടി, കോഴികളെ ഞാൻ വളർത്തിയിരുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ ഇതുപോലെയുള്ളതായിരുന്നു. അതുപോലെ വലിയ മൺപാത്രങ്ങൾ കാണാം. അതുപോലെ മുയലുകൾക്ക് തീറ്റ കൊടുക്കാനും, മുയലുകളെ വളർത്തിയിരുന്നു, മുയലുകൾക്ക് തീറ്റ കൊടുക്കാനും ഉപയോഗിച്ചിരുന്നത് ഇതുപോലെയുള്ള മൺപാത്രങ്ങളാണ്. ഇതുകൊണ്ടുള്ള ഗുണം ഇത് പെട്ടെന്ന് മറിയുകയില്ല. അവ ചവിട്ടി പെട്ടെന്ന് മറിയുകയില്ല. അതിൻ്റെ താഴ്ഭാഗം പരന്നതായതുകൊണ്ടും കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ടും ചവിട്ടി മറിക്കുകയില്ല. കോഴികളാണെങ്കിലും മറ്റു പക്ഷികളാണെങ്കിലും ഒരുപാട് ജീവികളെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അവ പിന്നെ ഇപ്പോൾ പ്രാവുകൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ പ്രാവുകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം ഒരുപാട് മറ്റു ചുറ്റുപാടുകളൊക്കെ ഉള്ളത് കൊണ്ട് അവയൊക്കെ ആവശ്യക്കാർക്ക് വിറ്റ് ഒഴിവാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രാവുകൾക്ക് കൊടുക്കുന്ന തീറ്റകൾ കാണാം. അതുപോലെ ലവ് ബേഡ്സിന് കൊടുക്കുന്ന തെന എന്ന് പറയുന്ന തീറ്റയാണിത്. അതുപോലെ ഇത് പ്രാവുകൾക്ക് കൊടുക്കുന്ന മിക്സഡ് തീറ്റയാണ്. മിക്സഡ് തീറ്റയാണ്. ഇതുകൊണ്ട് പ്രാവുകൾക്ക് എല്ലാ ന്യൂട്രിയൻസും അവർക്ക് ലഭിക്കും. ഇങ്ങനെ മിക്സഡ് ആയതുകൊണ്ടുള്ള ഗുണം അതാണ്. എല്ലാ ന്യൂട്രിയൻസും അവർക്ക് ഇങ്ങനെ മിക്സഡ് ആകുമ്പോൾ എല്ലാ ന്യൂട്രിയൻസും അവർക്ക് ഇതിൽ നിന്ന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് ലഭിക്കും.
ഈ പിന്നെ പ്രാവുകൾക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. പ്രാവുകൾക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. സാധാ ചോറും കഴിക്കും. ചോറും അതുപോലെ ആ മിക്സഡ് തീറ്റയും കൂടിയാണ് ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ പ്രാവുകൾക്ക്. പ്രാവുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടിലിട്ട് വളർത്തുകയല്ല കേട്ടോ. പരമാവധി കൂട്ടിലിട്ട് വളർത്തുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫ്രീഡം കൊടുക്കണം, ജീവികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. എൻ്റെ വീട്ടിലുള്ള പ്രാവുകൾക്കൊക്കെ കൂട്ടിലേക്ക് വരുന്നു പോകുന്നു, തോന്നുന്ന സമയത്ത് കൂട്ടിലേക്ക് വരാം, പോകാം, ഭക്ഷണം കഴിക്കാം, തീറ്റ കഴിക്കാം. അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് പ്രാവുകളെ വീട്ടിൽ വളർത്തുന്നത്. മറ്റു ഭാഗങ്ങളിലേക്ക് അവർ തീറ്റ തേടി പോവുകയില്ല. പക്ഷേ അവർക്ക് പോകണമെങ്കിൽ പോകാം. അവർ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. അവർ വീടിന് മുകളിൽ ഇങ്ങനെ പറന്ന് നടക്കും. പിന്നീട് വൈകുന്നേരമാകുമ്പോൾ കൂടുകളിലേക്ക് വരും. രാവിലെ വീട്ടിൽ നിന്ന് പോകും. അങ്ങനെയാണ് വളർത്തുന്നത്. അല്ലാതെ കൂട്ടിലിട്ട് അടച്ച് വളർത്തുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് എൻ്റെ വീട്ടിൽ ആടുണ്ടായിരുന്നു, അതുപോലെ പശുക്കളുണ്ടായിരുന്നു, പോത്തുകളും എരുമകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീട് വയലിൻ്റെ അടുത്താണല്ലോ. ഇഷ്ടംപോലെ പുല്ലുകൾ, അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പുല്ലുകളുള്ളത് കൊണ്ട് അതിനൊക്കെ വളർത്തിയിരുന്നത്. ആടുകളും അതുപോലെ പശുക്കൾ, പോത്തുകളൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല. തുടക്കത്തിൽ അതിനൊക്കെ വളർത്തിയിരുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു, ഈ ഷോപ്പിൽ നിന്നായിരുന്നു അവക്കുള്ള തീറ്റകൾ ഞാൻ കൊണ്ടുപോയിരുന്നത്. നിങ്ങൾ കാണാം, എല്ലാ വളർത്തു ജീവികൾക്കുമുള്ള ഫുഡ്, തീറ്റ ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ പിന്നെ കന്നുകാലികൾക്കുള്ളതാണല്ലേ. കന്നുകാലികളുടെ ഈ സെക്ഷന് കന്നുകാലികളാ. ആട്, പശുക്കള്, പോത്ത്, എരുമ ഒക്കെ അല്ലേ. മുയലിൻ്റെ തീറ്റ ഉണ്ടാവും ഇവിടെ അല്ലേ. ഈ വലിയ ജീവികളെ തീറ്റൻ്റെ ഭാഗമാണല്ലേ. ചെള്ളപറമ്പൻ മീഡിയ. പ്രാവുണ്ട് ഇപ്പോൾ. പണ്ട് പലതും ഉണ്ടായിരുന്നു. അന്ന് ഇവിടുന്നായിരുന്നു ഞാൻ തീറ്റകളൊക്കെ കൊണ്ടുവരുന്നത്. ആടുകളും പോത്തുകളും മുയൽ, മീന്. ഇപ്പം അത് സൗകര്യം ഒക്കെ സമയം വേണേ. മറ്റു പല ചുറ്റുപാടുകളുള്ളത് കൊണ്ട് കണ്ടോ, ഈ തീറ്റകളൊക്കെ ഞാൻ എത്ര കൊണ്ടുപോയിട്ടുണ്ടെന്നറിയാം. ഈ കാണുന്ന തീറ്റകൾ ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കന്നുകാലികളെ വളർത്തിയിരുന്ന സമയത്ത് ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് ഈ തീറ്റകളൊക്കെ. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഈ സ്പൈസ് ഏജൻസീസിൽ. എല്ലാ തീറ്റകളുണ്ട്. എല്ലാ വളർത്തു ജീവികൾക്കുള്ള തീറ്റകൾ ഇവിടെ ലഭ്യമാണ്. എന്താ അവലിൻ്റെ മാതിരിയുള്ള എന്താ സംഭവം? ഇത് അവലേനെ. കോഴിക്കുള്ള അവലല്ലേ. കോഴിക്ക് കൊടുക്കാൻ പറ്റും. അല്ലാത്തത് ശരിക്കും നല്ല അവലല്ല. നമ്മൾ കഴിക്കണ അവലല്ല അല്ലേ. ഈ തീറ്റയൊക്കെ ഞാൻ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ തീറ്റകളൊക്കെ അതുപോലെ ഇതായിരുന്നു ഞാൻ മുയലുകൾക്ക് കൊണ്ടുപോയിരുന്ന പ്രധാനപ്പെട്ട തീറ്റ. ഇതായിരുന്നു മുയലുകളെ വളർത്തിയിരുന്ന സമയത്ത് അവക്ക് കൊണ്ടുപോയിരുന്ന പ്രധാനപ്പെട്ട തീറ്റ ഇതായിരുന്നു.
നന്നായിട്ട് കഴിക്കും മുയലുകൾ. ഇങ്ങനെയുള്ള തീറ്റകൾക്ക് ചിലവ് കുറച്ച് കൂടുമെങ്കിലും നല്ല വളർച്ച കാണും. ഇവിടെ അസുഖത്തിനുള്ള മരുന്നുകളുണ്ടല്ലോ അല്ലേ? ഈ ജീവികൾക്കുള്ള അസുഖത്തിനുള്ള മരുന്നുകൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. യൂട്യൂബിലിട്ടാലേ 40,000 രൂപ ഫൈൻ അടിച്ചിട്ടുണ്ട്. എങ്ങനെ ഇല്ല ഇവിടെ പച്ചക്കറികളുടെ വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. പച്ചക്കറികളുടെ വിത്തുകൾ നല്ല ഉൽപാദനശേഷിയുള്ള വിത്തുകളായിരിക്കും. അപ്പോൾ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. പരമാവധി നമ്മൾ ഇത്തരം കൂടുകളിൽ ജീവികളെ വളർത്തുന്നത് തീരെ സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇത്തരം കൂടുകളിൽ ജീവികളെ വളർത്തുന്നത് പരമാവധി നമ്മൾ ഒഴിവാക്കണം. ഇതുപോലെയുള്ള കൂടുകളിൽ ജീവികളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാക്കരുത്. നമ്മൾ ബുദ്ധിമുട്ടാക്കാതെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് വളർത്തുകയാണ് നമ്മൾ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ ഈ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ ചാനൽ സന്ദർശിച്ചവർക്ക് അറിയാം. ഈ യൂട്യൂബ് ചാനലിൽ കൊണ്ടുള്ള വരുമാനം, യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. എനിക്ക് സർക്കാർ ശമ്പളമുണ്ട്. അതുകൊണ്ട് ഇത് യൂട്യൂബ് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തീർച്ചയായും ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഒരുപാട് രക്ഷിതാക്കളുണ്ട്, പാവപ്പെട്ടവർ. രക്ഷിതാക്കളുടെ മക്കൾ പഠിക്കുന്നുണ്ട്, പാവപ്പെട്ട രക്ഷിതാക്കളുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അവരെയൊക്കെ പരമാവധി സഹായിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ യൂട്യൂബ് ചാനൽ, ഈ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ ചെയ്താൽ ഒരു നന്മയിൽ നിങ്ങളും പങ്കാളികളായി, നന്മ ചെയ്യുന്നതിൽ നിങ്ങളും പങ്കാളികളായി. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. നിങ്ങളെ വീട്ടിൽ എത്രത്തോളം ഫോണുകളുണ്ടോ അതിലൊക്കെ നിങ്ങൾ ഈ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ചാനൽ എടുത്ത് തുറന്ന് അത് സബ്സ്ക്രൈബ്, അതുപോലെ ലൈക്ക്, ബെല്ല്, അതുപോലെ നിങ്ങളെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരു നന്മയായി മാറും. കാരണം ഈ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം ഞാൻ പറഞ്ഞതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് പരമാവധി ഉപയോഗിക്കുന്നത്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ വരുമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടാകും. ഇത് എനിക്ക് മാത്രമല്ല,
ഇത് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ മൂലം വളർന്ന് കൂടുതൽ ക്യാഷ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു അംശം, ആ കൂലിയുടെ പ്രതിഫലത്തിൻ്റെ ഒരു അംശം നിങ്ങൾക്കും ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫോണുകളിൽ, നിങ്ങളുടെ വീട്ടിലുള്ള ഫോണുകളിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. കാരണം ഞാൻ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാനല്ല എൻ്റെ ലക്ഷ്യം. ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ മരണപ്പെട്ടതിന് ശേഷം പാവപ്പെട്ടവർക്ക് നൽകിയതിനുള്ള പ്രതിഫലം ലഭിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ഇപ്പോൾ കൂടുതലായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മളെന്തെങ്കിലും വാങ്ങിക്കഴിച്ചാൽ അത് കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. നമ്മളെ കാശ് കൊണ്ട് നമ്മളെന്തെങ്കിലും ഒരു ബിരിയാണി വാങ്ങിക്കഴിച്ചാൽ, നമ്മൾ പൈസ കൊടുത്ത് ഒരു ബിരിയാണി വാങ്ങിക്കഴിച്ചാൽ അത് അതോടുകൂടി കഴിഞ്ഞു. എന്നാൽ നമ്മൾ മറ്റൊരാൾക്ക് ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്താലോ, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത്. നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത്. നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നാളേക്ക് വേണ്ടിയുള്ള സമ്പത്ത്. അല്ലാതെ നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന പണമല്ല, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതല്ല നമുക്ക് ഉപകാരപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ദാനം അത് വലിയ പ്രതിഫലമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ ഈ പ്രേക്ഷകരിൽ വിശ്വാസികളും അതുപോലെ വിശ്വാസികളല്ലാത്തവരും ഉണ്ടാകും, അവിശ്വാസികളും ഉണ്ടാകും. ആരാണെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് സംശയമുണ്ടാവുകയില്ല. മറ്റൊരാളെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നത് ഒരിക്കലും നമുക്ക് അത് ഒരു നഷ്ടമാവുകയില്ല. പെട്ടെന്ന് നമുക്ക് നഷ്ടം തോന്നുമെങ്കിലും പിന്നീട് ഭാവിയിൽ നമുക്കതൊരു അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ വരും. പെട്ടെന്ന് നമുക്ക് നഷ്ടമാണെന്ന് തോന്നും, അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും പരോക്ഷമായി നമുക്ക് പിന്നീട് മനസ്സിലാകും. നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ വരും, നമുക്ക് പിന്നീട് മനസ്സിലാകും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ. ഒരു അപകടത്തിൽ നിന്ന് അസ്വദഖത്തു റദ്ദുൽ ബലായ എന്ന് എല്ലാവർക്കും അറിയാം. ദാനം അപകടങ്ങളെ തട്ടി നീക്കുമെന്ന് എല്ലാവരും കേട്ടിരിക്കും. അപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ തന്നെ എത്ര സംഖ്യ നമുക്ക് ലാഭിക്കാൻ കഴിയും. നമ്മളൊരു പാവപ്പെട്ടവനെ സഹായിച്ചത് കാരണത്താൽ നമ്മുടെ ഒരു മുസീബത്ത്, ഒരു അപകടത്തിൽ നിന്ന്, ഒരു ആക്സിഡൻറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു അപകടത്തിൽ നിന്ന് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ അത് തന്നെ പോരെ, അത് തന്നെ വലിയൊരു സമ്പാദ്യമല്ലേ നമുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വലിയ ആക്സിഡൻറ്റ് നടന്നു, അതുമൂലം എത്ര പണം നമ്മിൽ നിന്ന് നഷ്ടപ്പെടാം, എത്ര വലിയ സംഖ്യ നമുക്ക് ചിലവാകാം. അത് ഇല്ലാതെയായാൽ തന്നെ എത്ര വലിയ ലാഭമാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, പിശുക്കന്മാരായി ജീവിക്കുന്ന ചിലരെയെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് പരിചയമുണ്ടായിരിക്കും. അവർ നിസ്കരിക്കാനൊക്കെ ഒന്നാമത്തെ സ്വഫിൽ ഉണ്ടാകും. പള്ളിയിൽ കൃത്യമായിട്ട് അവർ വരും, കൃത്യമായി പള്ളിയിൽ വരും. പക്ഷേ പള്ളിയിൽ വരുന്നതിനും നിസ്കരിക്കുന്നതിനും ഒന്നും ചിലവില്ലല്ലോ. അതുകൊണ്ട് നിസ്കരിക്കൽ വളരെ കൂലിയുള്ള കാര്യമാണ്, അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ചിലവില്ലല്ലോ. അത് നമുക്ക് എത്രയും നിസ്കരിക്കാം ചിലവില്ലാത്തത് കൊണ്ട്.
എന്നാൽ നിങ്ങൾ ആ മനുഷ്യനെ, പിശുക്കനായ മനുഷ്യനോട് കുറച്ച് സംഖ്യ കടം ചോദിച്ച് നോക്കൂ, ഉടനെ മാറിയല്ലോ അയാളുടെ മുഖം. മുഖഭാവം അപ്പം തന്നെ മാറുന്നത് നമുക്ക് കാണാം, കടം ചോദിച്ചാൽ പോലും. പിന്നെ ദാനം ചോദിച്ചാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സമ്പത്ത് അവന് വളരെ പ്രിയപ്പെട്ടതാണ്. ഭൂരിഭാഗം മനുഷ്യന്മാർക്കും സമ്പത്ത് വളരെ പ്രിയപ്പെട്ടതാണ്. അള്ളാഹു നോക്കുന്നത് ഈ സമ്പത്തിൽ നിന്ന്, അവന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ സമ്പത്തിൽ നിന്ന് പടച്ചവന് അവൻ കൊടുക്കുന്നുണ്ടോ? പടച്ചവന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കൽ തന്നെയാണ് അള്ളാഹ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ അള്ളാഹ്ക്ക് എന്തിനാ പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കിട്ടും. അപ്പോൾ അള്ളാഹു നോക്കുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് തരുന്നുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവൻ്റെ സമ്പത്ത്, പണം. ആ പ്രിയപ്പെട്ടത് അവന് എനിക്ക് തരുന്നുണ്ടോ? പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിലൂടെ എന്നെ അവൻ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? ആ മനുഷ്യൻ അവനെ ഇഷ്ടമില്ലാതെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അവനെ ഇഷ്ടമില്ലാതെ എത്രയും നിസ്കരിക്കാൻ തയ്യാറാണ്. നിസ്കാരത്തിലൂടെ അള്ളാൻ്റെ പ്രീതി കിട്ടണം. അതിന് ചിലവില്ല, അതിന് ഒട്ടും ചിലവില്ലല്ലോ. അത് വേണ്ടാന്നല്ല, അത് വേണം. കൃത്യസമയത്ത് പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, അതൊക്കെ വേണം. പക്ഷേ അതിന് ചിലവില്ലാത്തത് കൊണ്ട് അത് എത്ര പിശുക്കന്മാരായ ആളുകളാണെങ്കിലും അത് ഒന്നാമത്തെ സ്വഫിൽ അവർ ഉണ്ടായിരിക്കും. ആർക്ക് വേണം അവിടെ നിസ്കാരം? ഒരൊറ്റ തട്ട് അള്ളാഹു തട്ടിയില്ലെങ്കിൽ ഭാഗ്യം. കാരണം അവന് പ്രിയപ്പെട്ട അവൻ്റെ പണത്തിൽ നിന്ന് അവൻ അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല, അള്ളാഹിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി ഒന്നും കൊടുക്കുന്നില്ല. അവന് ഇഷ്ടമില്ലാത്ത നിസ്കാരങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിസ്കാരം എത്രയും നിസ്കരിക്കും, ഒരു ചിലവും ഇല്ലാത്തത് കൊണ്ട് അതെത്രയും. അപ്പോൾ അവന് വെറുപ്പുള്ളത് അവൻ അള്ളാഹ്ക്ക് കൊടുക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം വെറുക്കുന്നത്, അവൻ്റെ മനസ്സ് വെറുക്കുന്നത് അവൻ എത്രയും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അവന് ഇഷ്ടപ്പെട്ടത് പടച്ചോൻ അവന് കൊടുക്കുന്നില്ല. അവന് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് അവന് അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ വേണ്ടി അവൻ കൊടുക്കുന്നില്ല. പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതിലൂടെ അവൻ അതിന് ശ്രമിക്കുന്നില്ല, തൃപ്തി നേടാൻ അവൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സാന്ദർഭികമായി ഞാനൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നോമ്പ് കഴിഞ്ഞ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ എല്ലാവർക്കും അത് കൃത്യമായി കൊടുക്കും. കാരണം അതിന് കുറച്ച് ക്യാഷ് മതിയല്ലോ. കുറച്ച് പൈസ പോരെ. ഒരാളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കുറച്ച് അരി പോരെ, അതിന് കുറഞ്ഞ പൈസ മതി. അതെല്ലാവരും കൃത്യമായി കൊടുക്കും. എന്നാൽ എല്ലാവരും കൊടുക്കേണ്ടതായ, അത് കൊടുക്കൽ നിർബന്ധമാണ്, കൊടുക്കണം. അത് കൊടുക്കണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷേ അത് ഫിത്ർ സക്കാത്ത് കൊടുക്കും. അവൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് അവൻ കൊടുക്കാറില്ല. പാലല്ല കൊടുക്കാറില്ല, എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഭൂരിഭാഗം ആളുകളും കൃത്യമായി കൊടുക്കാറില്ല. ഭൂരിഭാഗം ആളുകളും കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. കൊടുക്കുന്നവർ തന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ആളുകൾ കാണാൻ വേണ്ടി 50, 100 ഇങ്ങനെ കൊടുക്കും. യഥാർത്ഥത്തിൽ അവൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഒരാളുടെ പക്കൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷം പൂർത്തിയായാൽ, ആ 1 കോടി രൂപ ഒരു വർഷം പൂർത്തിയായാൽ കൃത്യമായി അതിന് 2.5 ലക്ഷം അത് പാവപ്പെട്ടവൻ്റേതായി മാറി. ആ 2.5 ലക്ഷം അവൻ ആർക്ക് കൊടുക്കണം? ആ 2.5 ലക്ഷം അവൻ്റെ കാശല്ല, അത് പാവപ്പെട്ടവൻ്റെ കാശായി, സക്കാത്തിൻ്റെ അവകാശികളുടേതായി മാറിയത്. അപ്പോൾ നിങ്ങളൊരു വലിയൊരു ജ്വല്ലറി നടത്തുന്ന ജ്വല്ലറിക്കാരൻ എത്ര കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ജ്വല്ലറി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഏത് കച്ചവടത്തിനാണെങ്കിലും സക്കാത്തുണ്ട്. ജ്വല്ലറി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു വലിയ ജ്വല്ലറി നടത്തുന്ന ആൾ ആ ജ്വല്ലറി തുടങ്ങി ഒരു വർഷം പൂർത്തിയായാൽ മൊത്തം ജ്വല്ലറിയിൽ എത്ര ആഭരണമുണ്ട്, എത്ര സ്വർണ്ണമുണ്ട്, മറ്റു വെള്ളിയുണ്ട്, എല്ലാം
വില നിശ്ചയിച്ച് അതിൻ്റെ 2.5%. അപ്പോൾ 2 കോടിയാണെങ്കിൽ, ചെറിയ രൂപത്തിൽ പറഞ്ഞാൽ 2 കോടിയാണെങ്കിൽ 5 ലക്ഷം അത് പാവപ്പെട്ടവരുടെ 2.5%. 2 കോടിയുടെ 2.5% 5 ലക്ഷം അവൻ കൊടുക്കണം പാവപ്പെട്ടവർക്ക്. 2 കോടിയാണെങ്കിലാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, വലിയൊരു ജ്വല്ലറി ആണെങ്കിൽ അതിൽ എത്ര കോടികളുണ്ടാകും. ഓരോ കോടിയിൽ നിന്നും 2.5 ലക്ഷം മാറ്റിവെക്കണം. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ജ്വല്ലറി ആണെങ്കിൽ ആ സ്വർണത്തിന് 1 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ആ സ്വർണത്തിന് വില മുഴുവനും ആ ജ്വല്ലറിയിലുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മുഴുവൻ ചരക്കുകളുടെയും, അത് ജ്വല്ലറി ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, അത് ഏത് കച്ചവടമാണെങ്കിലും അതിനൊക്കെ സക്കാത്തുണ്ട്. 1 വർഷം കച്ചവടം തുടങ്ങി 1 വർഷം പൂർത്തിയായാൽ അതിൻ്റെ വില സക്കാത്തിൻ്റെ കണക്ക് നോക്കിയിട്ട് അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ ഇവിടെ പാവപ്പെട്ടവർ ഉണ്ടാവുകയില്ല. കൃത്യമായി പണക്കാരെല്ലാ പണക്കാരും, ചില പണക്കാരുണ്ട്, അവർ സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ, ഈ പണം ഇങ്ങനെ ബാങ്കിലും മറ്റും സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് മനസ്സിലാക്കി വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ നിർമ്മിക്കുന്നവരുണ്ട്. അവൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ, സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടണം. അവൻ്റെ പടച്ചവൻ അള്ളാഹു അല്ലേ, അവൻ്റെ മനസ്സും കൽബെല്ലാം പടച്ചത് അള്ളാഹു അല്ലേ, അവന് വിചാരിക്കുന്നത് അള്ളാഹു അറിയില്ലേ. അപ്പോൾ അള്ളാഹിനെ പറ്റിക്കുകയാണ്. അള്ളാഹുവിനെ പറ്റിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സക്കാത്ത് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണോ? വലിയ സംഖ്യ ഉള്ള പണം കയ്യിലുള്ള ഒരാൾ സക്കാത്ത് കൊടുക്കുക, വലിയൊരു സംഖ്യ സക്കാത്തായി പോകുമെന്ന് പേടിച്ചിട്ട് അവൻ ആ പണം കൊണ്ട് അവൻ ഭൂമി വാങ്ങിയിടുന്നു, അല്ലെങ്കിൽ സക്കാത്തിനെ പേടിച്ച് അവന് പിന്നെ കൊട്ടാരം പോലെയുള്ള വീടുകൾ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ചിന്തയിലാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ, അവൻ്റെ ചിന്ത എത്ര ഉള്ളിലുള്ള ചിന്തയാണെങ്കിലും ആ നിയ്യത്ത് വരുന്നുണ്ടോ എങ്കിൽ അള്ളാഹു വെറുതെ വിടുകയില്ല അവനെ. കാരണം അള്ളാഹു നിർബന്ധമാക്കിയ നിർബന്ധ ദാനം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടാണല്ലോ അവൻ മറ്റുള്ള അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള വഴികൾ നോക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവനെ ചോദ്യം ചെയ്യാതെ അള്ളാഹു വിടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരിക്കണം. നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല. എപ്പോഴാണ് നമ്മൾ എല്ലും തൊലിയുമായി, ക്യാൻസർ ബാധിച്ച് എല്ലും തൊലിയുമായി മരണത്തെ കാത്തുകിടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ആ സമയത്ത് ഇന്നവന് ഇത്ര കൊടുക്ക് ഹദീസിൽ മുമ്പ് ഹദീസിൽ പറഞ്ഞതുപോലെ അങ്ങനെ മരിക്കാനായി എന്ന് ഉറപ്പാകുന്ന സമയത്ത് ഇന്ന ആൾക്ക് ഇത്ര കൊടുക്കുക എൻ്റെ സമ്പത്തിൽ നിന്ന്. മക്കളതൊന്നും കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം മക്കൾക്കറിയാം ഈ സമ്പത്ത് ഞങ്ങൾക്കുള്ളതാണ് എന്ന്. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ സമ്പാദിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തതാണ് നമ്മളെ സമ്പാദ്യം. നമ്മൾ സമ്പാദിച്ച് സൂക്ഷിച്ച് വെച്ചതല്ല നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. യഥാർത്ഥ സമ്പാദ്യം നമ്മൾ സൂക്ഷിച്ച് വെച്ച് പിന്നെ പെട്ടിയിൽ പൂട്ടി വെച്ചതല്ല. അതല്ല നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പാവപ്പെട്ടവർക്ക് ദാനമായി കൊടുത്തത്, അതുപോലെ സക്കാത്തായിട്ട് കൊടുത്തത്, മറ്റുള്ളവർക്ക് നമ്മൾ സഹായിച്ചത്, അതൊക്കെയാണ് നമ്മുടെ സമ്പാദ്യം. പ്രിയപ്പെട്ടവരെ, വീഡിയോ നീണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മറക്കരുത്. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ചാനലിൻ്റെ ലക്ഷ്യം. അതുപോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും ബെല്ലും നിങ്ങളെ ഫോണുകളിലുള്ള ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ഈ ചാനൽ നിങ്ങൾ പ്രചരിപ്പിക്കുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ആദ്യം കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ ചാനൽ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ ചാനലിൻ്റെ ലക്ഷ്യം ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കുക. ഇതിൻ്റെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി
ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.